ശുഭാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങും കത്രിക്കയും വെച്ചിട്ട് അടിപൊളിയായിട്ടൊരു ഗ്രേവിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചൂടായ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 1 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉള്ളി നല്ലതുപോലെയൊക്കെ വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും 1 തക്കാളിയാണ് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളിയും തക്കാളിയും നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. മസാലയെല്ലാം നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഇച്ചിരി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ ഉരുളക്കിഴങ്ങും കത്രിക്കയും ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ക്യൂബ് സൈസ് കട്ട് ചെയ്ത കത്രിക്കയും ഉരുളക്കിഴങ്ങുമാണ്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ചെറു തീയിൽ വെച്ച് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ആദ്യം ഒരു 5 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചതാണ്. ഇപ്പോൾ അടപ്പ് തുറന്ന് നോക്കി നമ്മുടെ പകുതിയേ വെന്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് വേവിക്കണം. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് നോക്കിയാണ്. ഇനി നമുക്ക് സ്പൂൺ വെച്ച് ഇതേപോലെയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കാരണം ഒരു ഗ്രേവി ഒരു കുറുകി വരാൻ വേണ്ടിയാണ്. ഉരുളക്കിഴങ്ങും കത്രിക്കയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിടി കസൂരി മെത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മെത്തി ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ മല്ലിയിലയാണെങ്കിലും മതി, കുഴപ്പമില്ല. അങ്ങനെ ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച് നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി കൂടെയും ചോറിൽ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഉരുളക്കിഴങ്ങ് റെസിപ്പിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ സബ്സ്ക്രൈബറാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ God bless you all.